ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2017 LDC ചോദ്യപേപ്പറുകളിലെ സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന 10th മെയിൻസ് എക്സാമിനേഷൻസിന് ഇത് വളരെ ഉപകാരമായിരിക്കും. ക്വസ്റ്റ്യൻസ് നോക്കൂ. 2017 LDC തിരുവനന്തപുരം മലപ്പുറം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം അത് ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ബി ഇലക്ട്രോൺ ആണ്. ചോദ്യം ഏതാണ്? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാണെങ്കിലോ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം അത് ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്, ഇരുമ്പിന്റെ പ്രധാന അയിരാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ പ്രധാന അയിരാണ് ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. സിങ്ക് ബ്ലൻഡ് സിങ്കിന്റെ അയിരാണ്. കോപ്പർ പൈറൈഡ്സ് കോപ്പറിന്റെ അയിരാണ്. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേരാണ് ഹേമറ്റൈറ്റ്. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? അത് തിമിരമാണ്. ഏതാണ്? തിമിരമാണ്. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. ഇനി ഗ്ലോക്കോമ എന്താണ്? നമ്മുടെ നേത്രഗോളത്തിന്റെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. പീരിയോഡിക് ടേബിളിലെ എത്ര ഗ്രൂപ്പുകളുണ്ട്? നമുക്കറിയാം 18 ഗ്രൂപ്പുകളുണ്ട്. എത്രയാണ്? 18 ഗ്രൂപ്പുകളുണ്ട്. എത്ര പിരീഡുകൾ ഉണ്ടെന്നാണ് ചോദ്യമെങ്കിലോ അത് 7 പിരീഡുകളാണുള്ളത്. 7 പിരീഡുകളാണുള്ളത്. ചോദ്യം ഇതാണ്: പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം അത് എത്രയാണ്? അത് 18 ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് എ ഓക്സിജൻ ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഏതാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം? സിമന്റ് ഉണ്ട്, സിലിക്കയുണ്ട്, ബേക്ക്ലൈറ്റ് ഉണ്ട്, പോളിത്തീൻ ഉണ്ട്. ഏതാണ്? ബി സിലിക്കയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് സിലിക്കയാണ്. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? സി വായുവിന്റെ അഭാവം മൂലമാണ്. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? അത് വായുവിന്റെ അഭാവം മൂലമാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? നമുക്കറിയാം ഐസക് ന്യൂട്ടന് 3 ചലന നിയമമാണുള്ളത്. ഈ പറയുന്ന എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്നുള്ളത് ഐസക് ന്യൂട്ടന്റെ 3ാമത്തെ ചലന നിയമത്തിലേതാണ്. ഏതാണ്? 3ാമത്തെ ചലന നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ: ജലം ഐസ് ആകുന്ന താപനില എത്രയാണ്? ജലം ഐസ് ആകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസ് ആകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ: ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? PSCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിറ്റാമിനുമായി ബന്ധപ്പെട്ട് PSC നിരന്തരം ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. കാഴ്ചശക്തി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ ആണ്. ഉത്തരം ഏതാണ്? വിറ്റാമിൻ എ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം, അല്ലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാലും അത് ഏതാണ്? അത് സെറിബെല്ലമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ: DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? പോളിയോക്കാണ്. കാരണം DPT വാക്സിൻ എന്തിനൊക്കെ ഫലപ്രദമാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ തുടങ്ങിയവയ്ക്ക് DPT ഫലപ്രദമാണ്. ഫലപ്രദമല്ലാത്തത് പോളിയോയ്ക്കാണ്. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഇതൊക്കെ SCRTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയൻ ഡോർഫ് തെങ്ങിന്റെ സങ്കര ഇനമാണടാ മലയാൻ ഡോർഫ് എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ ആണ്. ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്റ്റർ ആണ്. 2017 LDC തൃശൂർ, കൊല്ലം, കാസർഗോഡ് ചോദ്യപേപ്പറിലെ സയൻസ് ഭാഗം ചോദ്യങ്ങളാണ്. ഒരു പോളിമർ ആയ പോളിത്തീന്റെ മോണോമർ ഏതാണ്? ഒരു പോളിമർ ആയ പോളിത്തീന്റെ മോണോമർ ഏതാണ്? അത് ഈഥീൻ ആണ്. ഒരു പോളിമർ ആയ പോളിത്തീന്റെ മോണോമർ ഈഥീൻ ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? സി ന്യൂട്രോൺ ആണ്. ഏതാണ്? സി ന്യൂട്രോൺ ആണ്. നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്. അങ്ങനെയെങ്കിൽ ആറ്റത്തിലെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? അത് ന്യൂട്രോൺ ആണ്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലൂമിനിയത്തിന്റെ അയിര് തിരഞ്ഞെടുക്കുക. അലൂമിനിയത്തിന്റെ അയിര് ഏതാണടാ? ഓപ്ഷൻ സി ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ ഏതാണ്? ബോക്സൈറ്റ് ആണ്. നോക്ക്, കഴിഞ്ഞ അതായത് അതേ 2017 തൊട്ടു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യ പേപ്പറിൽ അതേ എന്താണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഹേമറ്റൈറ്റും സിങ്ക് ബ്ലൻഡും കോപ്പർ പൈറൈഡ്സും തന്നെയായിരുന്നു. പക്ഷെ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ കണ്ടിന്യൂഷൻ വന്നൊരു എക്സാമിൽ മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയാണ് PSC ചെയ്യുക. നമ്മൾ PSC എക്സാമുകൾ, അതായത് ഇപ്പം നമ്മളിപ്പോൾ അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടേ പോകാവൂ. ഉറപ്പായിട്ടും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും? PSC ചോദിക്കും. ഇത് നോക്കൂ, അലൂമിനിയത്തിന്റെ അയിര് ചോദിച്ചിട്ടുണ്ട്. അത് ബോക്സൈറ്റ് ആണല്ലേ. നമ്മൾ അയണിന്റേതാണെങ്കിൽ ഹേമറ്റൈറ്റും സിങ്കിന്റേതാണെങ്കിൽ സിങ്ക് ബ്ലൻഡും കോപ്പറിന്റേതാണെങ്കിൽ കോപ്പർ പൈറൈഡ്സും ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏതാണടാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. 23ാമത്തെ ചോദ്യമാണ്, പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ബി പ്ലാസ്മയാണ്. ഏതാണടാ? ബി പ്ലാസ്മയാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ അല്ലെ, ഇങ്ങനെയാണ് അവസ്ഥകൾ പോകുന്നത് അല്ലെ. 24ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? അത് മഞ്ഞയാണ് അല്ലെ. പ്രൈമറി കളേഴ്സിനെ പറ്റി നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? അത് ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. നേരത്തെ ശബ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഡെസിബൽ ആണെന്ന്. ഇനി സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? അത് പ്ലൂട്ടോ ആണ്. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോയാണ്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു. 8 ഗ്രഹങ്ങളാണുള്ളത്. ഇനി സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏതാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് അല്ലെ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ഇതായ് എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകമാണ് ഓപ്ഷൻ എ കാഡ്മിയം ആണ് ഇതായ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? അവയവമാണ് പാൻക്രിയാസ്. നോക്കൂ, തൊട്ടു മുന്നേ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തരം വരുന്ന അന്തസ്രാവി ഗ്രന്ഥിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ വന്നതാണ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? അത് പാൻക്രിയാസ് ആണ്. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? അത് കണ്ണാണ്. ഇതും നമ്മൾ LDCന്റെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഏതാണെന്ന് അതിൽ വന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമ്മളുടെ തിമിരം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? ഗ്ലോക്കോമ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? അത് കണ്ണാണ്. നെക്സ്റ്റ്, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഏതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലെ. തൊട്ടു മുന്നേ എന്താ ചോദിച്ചിട്ടുള്ളത്? കണ്ണിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ്, അത് എ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ്. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഏത്? ഹീമോഫീലിയ അല്ലെ. ഏതാണ്? രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ ആണ്.
വായുവിൽ കൂടി പകരാത്ത രോഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? ഏതാണ് വായുവിൽ കൂടി പകരാത്ത രോഗം? അത് കോളറയാണ്. വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? അത് കോളറയാണ്, അല്ലെ? നമ്മള് കോളറ എന്തിലൂടെയാണ് പകരുന്നത്? കോളറ ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. കോളറ ഏതിലൂടെ പകരുന്ന രോഗമാണ്? ജലത്തിലൂടെ പകരുന്ന രോഗമാണെന്ന് പഠിച്ചു വെക്കാം. അടുത്തത് 2017 LDC കണ്ണൂർ ആൻഡ് എറണാകുളം ചോദ്യപേപ്പറാണ്. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ചോദിക്കുന്നത്. വാതക നിയമങ്ങൾ PSC ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് ഏതാണടാ? ബോയിൽ നിയമമാണെന്ന് പഠിച്ചു വെക്കൂ. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമമാണ്. 35ാമത്തെ ചോദ്യം, ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് ഏതാണടാ? അത് വിസരണമാണ്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 4200 ആണ്. അപ്പൊ 4200 താപം കൊടുക്കുന്ന സമയത്ത് 1 കിലോ ജലത്തിന്റെ എത്രയായി മാറും? താപനിലയില് 1 ഡിഗ്രി സെൽഷ്യസ് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പം ജലത്തിന്റെ വിശിഷ്ട താപനില എത്രയായി മാറും? 301 K ആയിട്ട് മാറും. ഇനി വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത എത്രയാണ്? 2100 ആണ്. ഇവിടെ കൊടുക്കുന്ന താപം എത്രയാണ്? താപോർജ്ജം എത്രയാണ്? 4200 ആണ്. അപ്പം 2100 പ്ലസ് 2100 ആണല്ലേ 4200. അപ്പൊ 4200 താപോർജ്ജം കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ചെയ്യുന്നത്? ഉയരുന്നത്. അപ്പം വെളിച്ചെണ്ണ എത്രയായി മാറും? 302 K ആയി മാറും. അതായത് 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവാണ് എന്ത്? നമ്മുടെ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന താപോർജ്ജം 4200 ആയതുകൊണ്ട് തന്നെ ജലം എത്രയായിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിട്ട് 301 K ആയി മാറുകയും വെളിച്ചെണ്ണ 2 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിട്ട് 302 K ആയി മാറുകയും ചെയ്യുന്നു. ഇനി വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്നതിന്റെ ക്രമത്തിൽ എഴുതുക എന്നാ പറയുന്നത്. എങ്ങനെയാണ് വരുന്നത്? വായു, ജലം, ഇരുമ്പ്. എങ്ങനെയല്ലേ? വായുവിൽ കുറവാണ്, പിന്നെ ജലത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കൂടും, ഇരുമ്പിലേക്ക് വരുമ്പോൾ കൂടും. അങ്ങനെയാണല്ലേ വരുന്നത്. 38ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? സെയിം അറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്, അല്ലെ? സെയിം അറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? അറ്റോമിക് നമ്പർ നമ്മൾ എഴുതുന്നത് എവിടെയാണ്? ഒരു സിമ്പിൾ എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതുന്നത്. മാസ് നമ്പർ നമ്മൾ എവിടെ എഴുതുക? നമ്മൾ ആ എഴുതിയ സിമ്പിളിന്റെ തൊട്ട് മുകളിലായിട്ടാണ് എഴുതുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ താഴെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതുന്നത്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ താഴെ സെയിം നമ്പർ വരുന്നത് ഏതാണടാ ഉള്ളത്? അത് ഓപ്ഷൻ ഡി 6 അല്ലെ? X6 Z6 വന്നിട്ടുള്ളതാണല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് മൂലകങ്ങളും പ്രതീകങ്ങളും യാഥാർത്ഥ്യമല്ലാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകളാണ് എന്ത്? സെയിം അറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ, അല്ലെ? X6 ആണ്, Z6 ആണ്. മാസ് നമ്പർ എങ്ങനെയാ കൊടുത്തത്? സെയിം ആണോ? അല്ല, X12 Z14 ആണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം സെയിം അറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3 ഗ്ലൂക്കോസ് C6H12O6 തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യാം? നിങ്ങൾ നോക്കൂ, ഉള്ളിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് നോക്കൂ. C6H12O6. അപ്പൊ 6 + 12 18, 18 + 6 എത്രയാണ്? 24 ആണ്. ഇനി എത്ര ഗ്ലൂക്കോസ് ഉണ്ട്? 3 ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ 3 × 24 എത്രയാണ് ഉത്തരം വരുന്നത്? 72 ആണ് ഉത്തരം വരുന്നത്. ഇനി മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ബി, പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നുള്ളത് തെറ്റായിട്ടുള്ള, അല്ലെ? പാചകവാതകത്തിലെ പ്രധാന ഘടകം മീഥേൻ ആണോ? അല്ല.
ഇനി നിങ്ങൾ നോക്കൂ, ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ഒരാറ്റത്തിലെ എൻ ഷെല്ലിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഷെല്ലുകളെ അടിസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? KLMN എന്നാണല്ലേ വരുന്നത്. കെ ഷെല്ലിൽ പരമാവധി 2ഉം എല്ലിൽ പരമാവധി 8ഉം എമ്മിൽ പരമാവധി 18ഉം എന്നിൽ എത്രയാണ് വരുന്നത്? 32 ആണെന്ന് പഠിച്ചു വെക്കുക. എത്രയാണടാ? 32 ആണ്. വ്യാവസായികമായി അമോണിയം നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? വ്യാവസായികമായി അമോണിയം നിർമ്മിക്കുന്ന രീതിയാണ് ഹെയ്ബർ പ്രക്രിയ. വ്യാവസായികമായിട്ട് അമോണിയം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഏത്? ഓപ്ഷൻ ബി, ഹെയ്ബർ പ്രക്രിയ എന്ന് പറയുന്നത്. അടുത്തത്, ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണെന്ന് പഠിച്ചു വെക്കുക. ഗോയിറ്റർ ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ അക്ഷാസ്തികൂടം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷാസ്തികൂടത്തിലെ 80 ആണുള്ളത്. അനുബന്ധാസ്തികൂടത്തിൽ എത്രയാണുള്ളത്? 126 ആണ് വരുന്നത്. അപ്പം മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ എണ്ണം 80 ആണെന്ന് പഠിച്ചു വെക്കാം. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ, വാതപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? വിറ്റാമിൻ ഡി ആണെങ്കിൽ അത് ഏതാണ്? അത് കണയാണ്, കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? അല്ലെ, മലമ്പനി എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. ഇതിന്റെ രോഗകാരി ഏതാണ്? ഓപ്ഷൻ എ, പ്ലാസ്മോഡിയം ആണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം ആണ്. 2017 തന്നെ LDC കോഴിക്കോട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആരാണടാ ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഐസക് ന്യൂട്ടൺ ആണ്. ആരാണടാ? ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. ചുവപ്പാണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. ഇനി തരംഗദൈർഘ്യം കുറഞ്ഞതാണെങ്കിൽ അത് വയലറ്റ് ആണ്. തരംഗദൈർഘ്യം കുറഞ്ഞതാണെങ്കിൽ വയലറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിരേത്? നിങ്ങൾ നോക്കൂ, അലൂമിനിയത്തിന്റെ അയിരൊക്കെ എത്രാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത് എന്ന് നോക്കൂ. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥൈൽ മെർക്കുറി. ഏതാണടാ? മീഥൈൽ മെർക്കുറിയാണ്. മീനമാതാ, മീഥൈൽ എന്ന് പഠിച്ചു വെക്കുക. മീഥൈൽ മെർക്കുറിയാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? അത് ഗതികോർജമാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. താപത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഇതും ഇപ്പം 3ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് ചോദിക്കുന്നത്. താപത്തിന്റെ യൂണിറ്റ് ഏതാണ്? അത് ജൂളാണ്. താപത്തിന്റെ യൂണിറ്റ് ജൂളാണ്. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. വീണ്ടും ചോദിച്ചതാണ് കേട്ടോ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്ക് ലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്ക് ലൈറ്റ്. ബേക്ക് ലൈറ്റ്. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണ്? ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. 59ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 60ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. അല്ലെ, കണ എന്നറിയപ്പെടുന്നത് എന്താണ്? റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ് എന്ന കണ എന്നറിയപ്പെടുന്നത് എന്താണ്? റിക്കറ്റ്സ് ആണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ്. നമ്മൾ തൊട്ടു മുന്നേ എന്ത് ചെയ്തതാണ്? ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇനി പാലക്കാട് പത്തനംതിട്ട ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാനിഹോട്ട് യൂട്ടിലിസ്മ എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമം ആണ്? എന്തിൻ്റെതാണടാ? മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസ്മ. മാനിഹോട്ട് യൂട്ടിലിസ്മ എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7 ആണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. വാക്സിനേഷന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്തത്, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ
അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണടാ? അത് ചാൾസ് നിയമമാണ്. ഊതി ഉയർപ്പിച്ച ബലൂണ് അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ചാൾസ് നിയമം. അടുത്തത്, ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാ തന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് എന്നാണ് ഉത്തരം തന്നിരിക്കുന്നത്. ഇനി നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പാർസക് എന്ന് പറയുന്നത്. തന്നിരിക്കുന്നവയിൽ നീളം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പാർസക്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ആണവ നിലയമാണ്. ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണടാ? അത് ആണവ നിലയമാണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. ഏതാണ്? പച്ചിരുമ്പാണ്. പച്ചിരുമ്പ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 36 ഗ്രാം ജലവും 34 ഗ്രാം അമോണിയയുമാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ്. 1ഉം 3ഉം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. R3517 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. 17 അറ്റോമിക് നമ്പറും 35 മാസ് നമ്പറും. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 18 ആണ്. ഉത്തരം 18 ആണ്. എങ്ങനെ കിട്ടുക? 35 - 17 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണത്. സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? സിറോഫ്താൽമിയ ഏതാണടാ? വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. നമ്മൾ വിറ്റാമിൻ ഡി എന്ത് പഠിച്ചു? റിക്കറ്റ്സ് അല്ലെ, കണ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ കണ്ടു. അപ്പൊ സിറോഫ്താൽമിയ എന്താണ്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ത്വക്കിനെയാണ്. എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഒരു സസ്യ ഹോർമോൺ ആണ് എന്ത്? ഗിബർലിൻ. ഗിബർലിൻ എന്താണ്? സസ്യ ഹോർമോൺ ആണ്. ഗിബർലിൻ സസ്യ ഹോർമോൺ ആണ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുമ്പോഴുള്ള ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. ഏതാണടാ? വനേഡിയം പെൻഡോക്സൈഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്നത് എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. എസ് ബ്ലോക്കും പി ബ്ലോക്കും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. തലച്ചോറിനെയും സുഷുമ്നയെയും എവിടെയാണ്? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം ഏതാണ്? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. എന്താണ് അത്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം ഏതാണ്? അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. വയനാട് ആൻഡ് കോട്ടയം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൻ. മില്ലിക്കനാണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പ്രോട്ടോണിന്റെ മാസ് എത്ര? പ്രോട്ടോണിന്റെ മാസ് ആണ് 1.67 × 10⁻⁻27 kg ആണ്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 kg ആണ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കലാണ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കലാണ്. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നു? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജൻ കുടുംബം. ഹാലജൻ ഫാമിലിയാണ് ഏത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ്? സി ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഒരു ഘൂർണന
ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. നെക്സ്റ്റ്, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായിട്ട് സ്വന്തം വീട്ടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ്. ആരാണടാ? തോമസ് ആൽവ എഡിസൺ ആണല്ലേ. വളരെ രസകരമായിട്ടുള്ള കാര്യം അല്ലെ. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായിട്ട് സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? ആന്തരിക പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാണ് ആന്തരിക പ്രതിഫലനം. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്താണടാ? അത് ഐസോടോപ്പുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരേ മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ അത് ഐസോടോപ്പുകളാണ്. ഇനി ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് സസ്യങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മങ്കൊമ്പിലാണ്. നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മങ്കൊമ്പിലാണ്. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ്. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ്. കൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? കൂണി കൾച്ചർ മുയൽ വളർത്തലിനെ സൂചിപ്പിക്കുന്നതാണ്. കൂണി കൾച്ചർ മുയൽ വളർത്തലിനെ സൂചിപ്പിക്കുന്നതാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? കത്തിക്കൽ അല്ലെ. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കത്തിക്കാൻ പാടുണ്ടോ? അപ്പൊ പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് തന്നിരിക്കുന്നവയിൽ കത്തിക്കലാണ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് സൊമാറ്റോട്രോപ്പിൻ ആണ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലേക്ക് എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അല്ലെ. മൂന്നാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരേ ചോദ്യം തന്നെ PSC എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. ഇത് ഒരു LDC 2017 LDCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിറ്റാമിൻ ഡി തന്നെ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. LDC 2017 ബൈട്രാൻസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. കെൽവിൻ ആണ് താപനിലയുടെ SI യൂണിറ്റ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏത്? പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശ പ്രകീർണനത്തിന് കാരണമാകുന്ന പ്രതിഭാസമാണ് അപവർത്തനം. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്ററിൽ കൂടുതൽ വേണം എന്നാ പറയുന്നത് കേട്ടോ. എങ്ങനെ? വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്ററിൽ കൂടുതലാണ്. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് റയോൺ ആണ്. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം കാൽസ്യത്തിന്റെ ധാതുവാണ്. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? കാൽസ്യം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണടാ? യാന്ത്രികോർജത്തെ എന്താക്കി മാറ്റുകയാണ്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് അല്ലെ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഐസോടോപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഐസോടോപ്പുകൾ ഉണ്ടാകാനുള്ള കാരണമാണ് ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നിങ്ങൾ നോക്കൂ, ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് എത്ര ക്വസ്റ്റ്യൻ PSC ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ചോദിച്ചിട്ടുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ചലനജഡത്വമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ഓഫ് ആക്കി കഴിഞ്ഞാലും അല്പസമയം കൂടി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന് കാരണം ചലനജഡത്വമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ് അല്ലെ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണടാ? 120 mmHg ആണല്ലേ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. ഏത് രോഗികളോട്
അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്. എയ്ഡ്സ്. ചുവന്ന റിബൺ ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് രോഗികളോട്. ഇനി ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടമാണ് അല്ലെ ഇക്കോളജിക്കൽ സ്പോട്ട്. ഇനി ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മില്ലിലിറ്റർ. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായിട്ട് മാറുന്നു? 1 മില്ലിലിറ്റർ ആണ് കേട്ടോ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണടാ? പന്നിയൂരാണ് കേട്ടോ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ ആണ്. എബോള യുടെ രോഗകാരി ഏത്? എബോള വൈറസ് ആണല്ലേ. നമ്മളല്ലേ എയ്ഡ്സ് വൈറസ് എന്നൊക്കെ പറഞ്ഞ പോലെ എബോള വൈറസ് ആണ്. എബോളയുടെ രോഗകാരിയാണ് വൈറസ്. എബോള വൈറസ് ആണ്. ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് ചോദിച്ചത്. മലബാർ വെരുക ആണ് കേട്ടോ. മലബാർ വെരുക. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏത്? അത് ഇനാമൽ ആണ്. പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനാമൽ. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? എന്റെ ദൈവമേ, എത്ര തവണയാണല്ലേ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്? വിറ്റാമിൻ ഡി ആണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ജീവകം ഡി ആണ്. ഡോട്ട്സ് ചികിത്സാ സംവിധാനവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ക്ഷയം അല്ലെ. ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് ചികിത്സാ സംവിധാനം. നമ്മൾ 100 ക്വസ്റ്റ്യനിലധികം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എത്ര തവണയാണ് ഒരേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാതെ തന്നെ നമ്മൾ അത് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര തവണ ഓരോ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഒരു വർഷം മുന്നേ വരെയുള്ള ഇപ്പൊ നമ്മൾ ഇനി സെക്രട്ടേറിയറ്റ് OA അതേപോലെ 10th മെയിൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഉറപ്പാണ് അതിൽ നിന്നും എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ സയൻസിന്റെ സീരീസ് ആണ്, അതായത് LDC 2017 സയൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഭരണഘടനയും അതേപോലെയുള്ള എല്ലാ ഭാഗങ്ങളും വേറെ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, ലൈക്ക് ചെയ്യൂ. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസിന്റെ PDF ഒക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വിസുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾ അതിൽ. പെയ്ഡ് അല്ല, അല്ലാതെ തന്നെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.